ഹായ് നമസ്കാരം. റൈറ്റ് ക്ലിക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ ബ്ലോഗർമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആക്സസറിയാണ്. ഗോപ്രോ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. ഗോപ്രോ 8ൻ്റെ ഒരു മസ്റ്റ് ഹാവ് ആക്സസറി എന്നൊക്കെ പറയാം. വ്ളോഗേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട്, ഗോപ്രോ ഉപയോഗിക്കുന്ന വ്ളോഗേഴ്സിന് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ആക്സസറി. അതാണ് നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, ഗോപ്രോയുടെ മീഡിയ മോഡ്. നമുക്കെന്തായാലും അത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗോപ്രോയുടെ മീഡിയ മോഡ് എന്ന് പറയുന്ന ആക്സസറി. ഗോപ്രോ ഹീറോ 8 മുതലാണ് അതൊരു മോഡുലാർ കൺസെപ്റ്റിലേക്ക് മാറിയത്. അതായത് നമുക്കതിനകത്ത് മോഡുകൾ ആഡ് ചെയ്യാൻ പറ്റും. മീഡിയ മോഡ്, ലൈറ്റ് മോഡ്, ഡിസ്പ്ലേ മോഡ് എന്നിങ്ങനെ വിവിധ മോഡുകൾ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി ഗോപ്രോ 8 മുതലാണ് നിലവിൽ വന്നത്. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗോപ്രോ 8ൻ്റെ മീഡിയ മോഡാണ്. നമുക്കെന്തായാലും പാക്ക് അൺബോക്സ് ചെയ്യാം. ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ ഇത് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് ഗോപ്രോയുടെ മീഡിയ മോഡിൻ്റെ പാക്കേജ്. ഈ പാക്കിലാണ് മീഡിയ മോഡ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുക്കും പേപ്പറൊക്കെ വരുന്നുണ്ട്, യൂസർ മാനുവൽ ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇത് മൗണ്ട് ചെയ്യാനുള്ള ഈ സംഭവങ്ങൾ വരുന്നുണ്ട്. അതെന്തായാലും ഒരു എക്സ്ട്രാ മൗണ്ട് കിട്ടിയത് എന്തായാലും ഉപകാരമാണ്. കാരണം ഗോപ്രോയുടെ കൂടെ നമുക്ക് ഒരെണ്ണം മാത്രമാണ് കിട്ടുന്നത് ഇതുപോലത്തെ മൗണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മീഡിയ മോഡ്. ഇതാണ് മീഡിയ മോഡ്. ഇത് കണ്ടോ, പവർ ബട്ടൺ, മോഡ് ബട്ടൺ, പവർ ബട്ടൺ, ഇതൊക്കെ ഗോപ്രോയിലുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയായിട്ട് കോൾ ഷൂ മൗണ്ട് ഉണ്ട്. അത് ലൈറ്റ് മൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക് മൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന ലൈറ്റ് മോഡ്, ഡിസ്പ്ലേ മോഡ്, ഇതൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി നമ്മുടെ ഗോപ്രോയിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ടിലൊരു ഷോട്ട് ഗൺ മൈക്കാണ്, അതുപോലെ ബാക്കിലൊരു മൈക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഐറ്റംസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് ഫോർ ചാർജിങ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഒരു മൈക്രോ HDMI പോർട്ട് വരുന്നുണ്ട്. ഒരു 3.5 mm ഓഡിയോ ജാക്ക്, മൈക്ക് ഇൻപുട്ട് കൊടുക്കാനാണ്, എക്സ്റ്റേണൽ മൈക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഗോപ്രോയിൽ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ ഗോപ്രോ ഇതിപ്പോൾ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നൂരേണ്ടി വരും. ഇതെൻ്റെ ഗോപ്രോൻ്റെ സിലിക്കൺ കവർ ഇട്ടിരുന്നു, അത് ഊരി മാറ്റുകയാണ്. ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് മൗണ്ട്, ഈ മീഡിയ മോഡ് പിടിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഡോർ ഊരി മാറ്റേണ്ടി വരും. ബാറ്ററി ഡോറ് ഇതുപോലെ ഇളക്കി മാറ്റേണ്ടി വരും. അതിന് ശേഷം ഈ മീഡിയ മോഡ് ഓപ്പൺ ചെയ്യുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഗോപ്രോ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ലോക്കായിരുന്നുള്ളൂ. ഇനി ഇത് ഓൺ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ പവർ ബട്ടൺ ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ റെക്കോർഡ് ബട്ടൺ ഇവിടെ കിട്ടുന്നുണ്ട്. പവർ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ഓണായി വന്നിട്ടുണ്ട്. മീഡിയ മോഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. ഇതിൻ്റെ പ്രിഫറൻസിൽ പോവുക. ഓഡിയോ ഇൻപുട്ട് എന്നുള്ളിടത്ത് മീഡിയ മോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതുകൊണ്ട് മീഡിയ മോഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. മീഡിയ മോഡ് ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാതെയും റെക്കോർഡ് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഓഡിയോയിൽ എന്താണ് വ്യത്യാസം കാണുന്നത് നമുക്കൊന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഗോപ്രോ മീഡിയ മോഡ് കണക്ട് ചെയ്യാതെയുള്ള ഓഡിയോ ആണ്. വിത്തൗട്ട് മീഡിയ മോഡാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ. അപ്പോൾ ഇതിൻ്റെയും ഇനി വരാൻ പോകുന്ന മീഡിയ മോഡ് കണക്ട് ചെയ്തുള്ള ഓഡിയോയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക. ഇതിലെ നോയ്സ് ലെവൽ, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഓഡിയോ ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഞാൻ ഒരു വ്യത്യാസം വരുത്താതെയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ ഡീനോയ്സിങ്ങോ അല്ലെങ്കിൽ വോളിയം അപ്പ് ചെയ്യോ ഡൗൺ ചെയ്യോ ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓഡിയോ ക്വാളിറ്റി ഇതിൻ്റെ ഷോർട്ട് ഗൺ മൈക്ക്, മീഡിയ മോഡിൻ്റെ ഫ്രണ്ടിലുള്ള ഷോർട്ട് ഗൺ മൈക്കിലൂടെയാണ് ഇപ്പോൾ ഓഡിയോ ക്യാപ്ചർ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനു മുമ്പ് ഞാൻ കാണിച്ച മീഡിയ മോഡ് ഇല്ലാതെയുള്ള ഓഡിയോയും മീഡിയ മോഡോട് കൂടിയ ഓഡിയോയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൽ നോയ്സ് ലെവൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ യാതൊരു വ്യത്യാസം വരുത്താതെ അല്ലെങ്കിൽ ഡീനോയ്സിംഗ് ഒന്നും ചെയ്യാതെ ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഗോപ്രോയുടെ മീഡിയ മോഡ് ഇല്ലാതെയുള്ള ഓഡിയോ ആണ്. കുറച്ച് ദൂരെ നിന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 2 മീറ്റർ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. മീഡിയ മോഡ് ഇല്ലാതെയുള്ള ഓഡിയോ ആണിത്. വിത്തൗട്ട് മീഡിയ മോഡ് ഏകദേശം 2 മീറ്റർ ദൂരെ നിന്ന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ദൂരം കൂട്ടി വരുന്നു. അതിനനുസരിച്ച് ഇതിൻ്റെ ഓഡിയോ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ടാവാം. ഓഡിയോ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ദൂരം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ മീഡിയ മോഡ് ഇല്ലാതെയാണ് ഗോപ്രോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയ മോഡ് ഇല്ലാതെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ട് ഇനി എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഡിയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഈ ഓഡിയോ ഒന്ന് നിങ്ങൾ കേൾക്കാം. മീഡിയ മോഡ് ഇല്ലാതെയുള്ള ഓഡിയോ നിങ്ങൾ കേട്ടിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതിൽ മീഡിയ മോഡ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 മീറ്റർ ദൂരെ നിന്നാണ്. ഇനി നമുക്ക് ദൂരം കൂട്ടി വരാം. ഇപ്പോൾ 2 മീറ്റർ, ഏകദേശം 3 മീറ്റർ ദൂരെ ആയിട്ടുണ്ട്. മീഡിയ മോഡിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോർമൽ വോയിസിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ദൂരം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മീറ്ററോളം ദൂരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തേക്ക് വരുമ്പോഴും ദൂരേക്ക് പോകുമ്പോഴും ഓഡിയോയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മീഡിയ മോഡിൽ എത്രത്തോളം ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ മീഡിയ മോഡ് ഇല്ലാതെ സംസാരിച്ചതിൻ്റെയും മീഡിയ മോഡോട് കൂടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും വ്യത്യാസം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ മീഡിയ മോഡിൽ ഇത്തരത്തിലുള്ള മൈക്കുകൾ, എക്സ്റ്റേണൽ മൈക്കുകളൊക്കെ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ബോയയുടെ മൈക്കാണ്. ഇത് നമുക്കിതിൽ മൗണ്ട് ചെയ്യാം. ഈ കോൾ ഷൂ മൗണ്ടിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഇതിൽ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 3.5 mm ജാക്കിൽ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാപ്പൽ മൈക്കുകൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ കഴിയും ഇതിൽ. അതുപോലെ റോഡ് വയർലെസ് ഗോ പോലുള്ള വയർലെസ് മൈക്കുകൾ എല്ലാം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. ഞാനിത് വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചാർജർ കൂടി കണക്ട് ചെയ്യാം. ചാർജർ കൂടി കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ HDMI ഔട്ട് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിക്കാനും നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുപോലെ വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ വിൻഡ്, നോയ്സ് കട്ട് ചെയ്യാൻ ഒക്കെ ഇതുപോലുള്ള മൈക്കുകൾ നമുക്ക് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് ഇത്തരം മൈക്കുകൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ. അപ്പോൾ അതൊരു വലിയ ഒരു ഗുണം തന്നെയാണ് ഈ മീഡിയ മോഡ് വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ മൈക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മൈക്ക് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് മൈക്ക് പ്ലസ്, പവേർഡ് മൈക്ക് പ്ലസ്, ലൈൻ ഇൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ലൈൻ ഇൻപുട്ടും കൊടുക്കാൻ പറ്റും. മറ്റുള്ള ആംപ്ലിഫയറുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസുകളിൽ നിന്ന് പ്രീആംബ് ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ലൈൻ ഇൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റാൻഡേർഡ് മൈക്ക് എന്നുള്ള രീതിയിലാണ് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അപ്പോൾ ഈ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബോയയുടെ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ബോയ എക്സ്റ്റേണൽ മൈക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ വിൻഡ്ഷീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് കറക്റ്റായിട്ട് വെക്കാത്തതുകൊണ്ടാണ് വിൻഡ്ഷീൽഡ് ചിലപ്പോൾ ഇത് വൈഡ് സ്ക്രീൻ ആകുമ്പോൾ വിൻഡ്ഷീൽഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡ്ഷീൽഡ് കാണില്ല. അപ്പോൾ കാണാത്ത രീതിയിൽ പ്ലേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചെറിയ വിൻഡ്ഷീൽഡുകൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. ഇപ്പോൾ വലിയ വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ ഡെഡ് കാറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ചിലപ്പോൾ കാണാൻ കഴിയും. കാരണം ഗോപ്രോയുടെ അത്രയും വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിലെ ഓഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതിൽ ക്വാളിറ്റി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കടലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നന്നായിട്ട് കാറ്റുണ്ടാവും. വിൻഡ് നോയ്സ് എത്രത്തോളം ഇതിൽ ക്യാപ്ചർ ആവുന്നുണ്ട് അല്ലെങ്കിൽ കട്ടാവുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. കാരണം എനിക്ക് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിട്ടുള്ള ചില പ്രദേശങ്ങളാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ ഓഡിയോ
എനിക്ക് ഏറ്റവും അധികം പ്രശ്നം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളാണ് കടൽ, അതുപോലെ പാടത്തൊക്കെ ഒരുപാട് നല്ല കാറ്റുണ്ടാവും. ആ കാറ്റുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം ഞാനിപ്പോൾ പല മൈക്കുകൾ ഉപയോഗിച്ചു, പല ക്യാമറകളും പല ഫോണുകളും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും ഈ ഓഡിയോൻ്റെ ഒരു പ്രശ്നമുണ്ട്, വിൻഡ് നോയ്സിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ എത്രത്തോളം ഈ മീഡിയ മോഡിലെ ഓഡിയോ അല്ലെങ്കിൽ മീഡിയ മോഡിലെ മൈക്കിൽ എത്രത്തോളം വിൻഡ് നോയ്സ് കട്ടാവുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കടപ്പുറത്ത്. നേരത്തെ നമ്മൾ സംസാരിച്ചതും കടലിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ കുറച്ച് ദൂരെയാണ്. ഇപ്പം നമ്മൾ ശരിക്കും കടലിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. കടലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വിൻഡ് നോയ്സ് കട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ വിൻഡ് നോയ്സ് എത്രത്തോളം ഇതിൽ ക്യാപ്ചർ ആവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. കടലിൻ്റെ ശബ്ദം ഓഫ് കോഴ്സ് തിരമാലകളുടെ സൗണ്ട് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കാറ്റ് വീശുന്ന ശബ്ദം ഡിസ്റ്റർബൻസ് ആയിട്ടൊരു ഹിസ്സിങ് സൗണ്ടായിട്ട് സാധാരണ എല്ലാ മൈക്കുകളിലും വരാറുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം അത് വന്നിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താം. ഇപ്പോൾ നമ്മളിത് ആ മീഡിയ മോഡ് ഊരി മാറ്റി മീഡിയ മോഡ് ഇല്ലാതെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കടപ്പുറത്ത് കടലിൻ്റെ അടുത്ത് മീഡിയ മോഡ് ഇല്ലാതെ എത്രത്തോളം വിൻഡ് നോയ്സ് വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരമാലകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്, അതെന്തായാലും കേൾക്കുന്നതാണല്ലോ. അപ്പോൾ പക്ഷേ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. കാറ്റിൻ്റെ ശബ്ദം ഇതിൽ എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മീഡിയ മോഡ് ഇല്ലാതെ സംസാരിക്കുന്നത്. മീഡിയ മോഡ് ഇല്ലാത്തത് ഇങ്ങനെയാണ്. മീഡിയ മോഡുള്ള ഓഡിയോ നമ്മൾ കേട്ടു, അതും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഈ കടപ്പുറത്ത് മാത്രമല്ല, പാടത്ത് വലിയ പാടശേഖരങ്ങളൊക്കെ ഉണ്ടല്ലോ, കോൾപ്പാടങ്ങളൊക്കെ, അവിടെയൊക്കെ ഭയങ്കര കാറ്റായിരിക്കും. അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് പലവട്ടം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഓഡിയോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കട്ടാവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലിപ്പോൾ വിൻഡ്ഷീൽഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രത്തോളം വിൻഡ് നോയ്സ് ക്യാപ്ചർ ആവുന്നുണ്ട്, അതാണ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മീഡിയ മോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മീഡിയ മോഡ് ഉപയോഗിച്ചും അല്ലാതെയുമുള്ള ഓഡിയോയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളം ഈ മീഡിയ മോഡ് നമുക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഞാനിതിലൊരു ഫൈനൽ ഇതൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ ഒപ്പീനിയൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇതിന് മനസ്സിലാവും. കാരണം ഒരു വ്യത്യാസവും വരുത്താതെയുള്ള ഓഡിയോ ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ മീഡിയ മോഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊട്ടും ഒരു ബൾക്കി ആയിട്ടുള്ള സാധനമല്ല. നമ്മുടെ ഗോപ്രോൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി കൂടി നിൽക്കുന്നു എന്നല്ലാതെ ഒട്ടും ബൾക്കി ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നും അല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ വെയിറ്റും അതുപോലെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗോപ്രോ നേരത്തെ ഹാൻഡിൽ ചെയ്ത് നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റിലും വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. പലപ്പോഴും നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കേണ്ടി വരാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഗോപ്രോയിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ് വരുന്നുണ്ട്. അതിൻ്റെ വിലയേക്കാളും കുറച്ചുകൂടി വില കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മീഡിയ മോഡ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഇതൊരു വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മുടെ ഗോപ്രോ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് ഔട്ട്ഡോറിൽ മഴയുള്ള സന്ദർഭങ്ങളിലൊക്കെ മീഡിയ മോഡ് ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. നേരത്തെ എങ്ങനെയായിരുന്നു നമ്മുടെ ഗോപ്രോ വാട്ടർ പ്രൂഫ് ആയിരുന്നത് അതുപോലെ ആയിരിക്കില്ല ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. ബൈ.